നമസ്കാരം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അന്ത്യശാസനം നിലനിൽക്കെ ഗസയിൽ അതിരൂക്ഷമായ കര വ്യോമ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. 24 മണിക്കൂറിനിടെ 46 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതാദ്യമായി മധ്യ റഫയിലേക്കും ഇസ്രായേൽ ടാങ്കുകൾ ഇപ്പോൾ കടന്നു കയറിയിരിക്കുകയാണ്. മധ്യ റഫയിലെ അൽ ഔദ മസ്ജിദിന് സമീപം ടാങ്കുകളും അതിനോടൊപ്പം തന്നെ കവചിത വാഹനങ്ങളും ഒക്കെ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. നഗരത്തിന്റെ ഹൃദയഭാഗം ഇപ്പോൾ പൂർണ്ണമായും ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. റഫേൽ പ്രവർത്തനം നടത്തിയ 2 ആശുപത്രികളിലൊന്നായ കുവൈറ്റ് സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ കഴിയുന്ന സുരക്ഷിത ഇടം എന്ന് കരുതിയ തെക്കൻ നഗരമായ റഫ ആക്രമിക്കരുത് എന്നുള്ള ലോകരാഷ്ട്രങ്ങളുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈജിപ്റ്റ് അതിർത്തിയായ റഫ ക്രോസിംഗ് ഇസ്രായേൽ പിടിച്ചെടുത്തത്. റഫേൽ ആക്രമണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ 10 ലക്ഷത്തോളം ആളുകളാണ് ഇവിടെ നിന്നും പലായനം ചെയ്തിരിക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും ഗസയുടെ വടക്ക് മധ്യ മേഖലയിലെ ആക്രമണത്തെ തുടർന്ന് റഫേൽ അഭയം തേടി എത്തിയവരാണ്. മധ്യ റഫയിലേക്ക് ഇസ്രായേൽ സൈന്യം നീങ്ങിയതോടെ വീണ്ടും കൂട്ടപ്പലായനം തുടങ്ങിയെന്ന് UN പറയുന്നുണ്ട്. ഇസ്രായേൽ അധിനിവേശം 8ാം മാസത്തിലേക്ക് കടക്കവേ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇപ്പോൾ 36,096 ആയിട്ടുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുഞ്ഞുങ്ങളും തന്നെയാണ്. ആക്രമണങ്ങളിൽ 81,136 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ കൂടി പുറത്തു വരുന്നു. എന്തായാലും ഇപ്പോൾ മധ്യ റഫയിലേക്കാണ് ഇസ്രായേലിന്റെ ടാങ്കുകൾ വന്നിരിക്കുന്നത്. അവിടുത്തെ നഗരം പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു എന്ന് തന്നെയാണ് പറയുന്നത്. ഈ കര വ്യോമ ആക്രമണങ്ങൾ അതിശക്തമാവുകയാണെങ്കിൽ വളരെ അധികം നാശം തന്നെയായിരിക്കും ആ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.